നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളെ പരിചയപ്പെടാം. ഇന്നും എല്ലാ പത്രങ്ങളിലും വയനാട് ദുരന്തം തന്നെയാണ് ഇടപിടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവനകളും എല്ലാ പത്രങ്ങളും പ്രധാന തലക്കെട്ടോടുകൂടി വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്ന് ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇന്ത്യയിൽ അഭയം തേടിയതുമായി ബന്ധപ്പെട്ടും US കരാറും എല്ലാം തന്നെ പത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പരിശോധിക്കാം. ആദ്യം ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമി പ്രധാന തലക്കെട്ടോടുകൂടി നൽകിയിരിക്കുന്നത് ബംഗ്ലാദേശിലെ വാർത്തയാണ്. ന്യൂനപക്ഷ സുരക്ഷയിൽ ആശങ്ക എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം പറഞ്ഞ പ്രസ്താവനയാണ്. ബംഗ്ലാദേശിലെ സ്ഥിതി അതീവ രൂക്ഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഷെയ്ഖ് ഹസീന ഡൽഹിയിൽ തുടരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ അവർ സുരക്ഷിതമായി തുടരുന്ന ഒരു വാർത്ത കൂടി ജന്മഭൂമി നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് കലാപത്തിന് പിന്നിൽ പാകിസ്ഥാൻ എന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ കലാപത്തിനും സർക്കാരിനെ അട്ടിമറിച്ചതിനും പിന്നിൽ പാകിസ്ഥാൻ എന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി ബംഗ്ലാദേശിലെ വാർത്ത എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളതെന്ന് പരിശോധിക്കാം. ബംഗ്ലാദേശിൽ 100ഓളം പേർ കൂടി കൊല്ലപ്പെട്ടു, അനിശ്ചിതത്വം തുടരുന്നു, പാർലമെന്റ് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി ആ വാർത്ത നൽകിയിട്ടുള്ളത്. മതമൗലികവാദികളുടെ മുതലെടുപ്പ് ശ്രമം തടയണമെന്ന് CPIM പറഞ്ഞ CPMന്റെ ഒരു കോട്ട് കൂടി നൽകിക്കൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മലയാള മനോരമയിൽ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. ബംഗ്ലാദേശ് എന്ന് കൊടുത്തുകൊണ്ട് ഹസീന തൽക്കാലം ഇന്ത്യയിൽ, മുഹമ്മദ് യൂനസ് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ്. നോബൽ പ്രൈസ് ജേതാവ് കൂടിയായിട്ടുള്ള മുഹമ്മദ് യൂനസ് ആയിരിക്കും ഇനി പ്രധാനമന്ത്രിയായി എത്തുക എന്ന് പറയുന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. ബംഗ്ലാദേശ് പാർലമെന്റ് പിരിച്ചുവിട്ട് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊരു സൈഡ് കോളമായി നൽകിയിട്ടുള്ളത് അതിർത്തിയിൽ അതീവ ജാഗ്രത എന്ന് പറഞ്ഞുകൊണ്ടൊരു സബ് സ്റ്റോറി കൂടി മനോരമ നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി ബംഗ്ലാദേശ് പ്രക്ഷോഭം പാർലമെന്റ് പിരിച്ചുവിട്ടു, ഖാലിദയെ മോചിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ചൈന പാക് ഗൂഢാലോചന ലണ്ടനിലും സൗദിയിലും എന്ന് പറഞ്ഞുകൊണ്ടൊരു സബ് സ്റ്റോറി കൂടി കേരള കൗമുദി നൽകിയിട്ടുണ്ട്. ഇടക്കാല സർക്കാരിനെ നയിക്കുമെന്ന് നോബൽ ജേതാവായ മുഹമ്മദ് യൂനസ് പറഞ്ഞു എന്നുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. അതായത് യൂനസ് തന്നെയായിരിക്കും അടുത്ത ഇടക്കാല പ്രധാനമന്ത്രി എത്തുക എന്നുള്ള വാർത്തയും കൗമുദി പ്രാധാന്യത്തോടു കൂടി തന്നെ ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുണ്ട്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ ഹസീനയെ ബ്രിട്ടൻ കൈയൊഴിഞ്ഞു, അഭയമായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതേ വാർത്ത മാധ്യമം നൽകിയിട്ടുള്ളത്. ഇടത്താവളം നൽകിയ ഇന്ത്യ വിടാനാകാതെ ഹസീന, കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് യുനെസിന്റെ ചില നിയമങ്ങളെല്ലാം തന്നെ ഹസീനയ്ക്ക് മറ്റ് ലണ്ടനിലേക്കോ ബ്രിട്ടനിലേക്കോ മാറാനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക വലിയ പ്രാധാന്യത്തോടു കൂടി വാർത്ത നൽകിയിട്ടുണ്ടെന്ന് കാണാം. വലിയൊരു ബോക്സിലാണ് ദീപിക വാർത്ത നൽകിയിട്ടുള്ളത്. കലാപം അനിശ്ചിതത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ ഒരു സ്റ്റോറി വരുന്നത്. ബംഗ്ലാദേശിലെ ധാക്കയിലെ പാർലമെന്റ് മന്ദിരം പ്രക്ഷോഭകർ വളഞ്ഞപ്പോഴുള്ള ഒരു ദൃശ്യം കൂടി പങ്കുവെച്ചുകൊണ്ടാണ്, വലിയൊരു വൈറ്റ് ഫ്രെയിമിലുള്ള ഒരു ദൃശ്യം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് ദീപിക വാർത്ത നൽകുന്നത്. അതേസമയം തന്നെ തൊട്ടുപുറകെ ബംഗ്ലാദേശ് പാർലമെന്റ് പിരിച്ചുവിട്ടു, ഹസീനയ്ക്ക് തിരിച്ചടിയെ UK നയങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകിയിട്ടുണ്ട്. ഒരു ബോക്സിൽ തന്നെ രണ്ട് വശങ്ങൾ, എന്താണ് ബംഗ്ലാദേശ് എന്ന് കാണിക്കുന്ന രണ്ട് വശങ്ങൾ, എന്താണ് ഷെയ്ഖ് ഹസീനയുടെ നിലവിലെ സ്ഥിതി എന്ന് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിവരിച്ചുകൊണ്ടാണ് ദീപിക ആ വാർത്ത നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ അനിശ്ചിതത്വം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വാർത്ത മാതൃഭൂമി നൽകിയിട്ടുള്ളത്. കുറച്ച് പോയിന്റ്സുകളെല്ലാം തന്നെ എന്താണ് ഇന്ത്യയിലെ സ്ഥിതി, എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് എന്നെല്ലാം തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ചില ബുള്ളറ്റ് ടൈപ്പിൽ ചില വിവരങ്ങളെല്ലാം തന്നെ നൽകാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരേണ്ടെന്ന് ബ്രിട്ടൻ, ഹസീന ഇന്ത്യയിൽ തന്നെ, പാർലമെന്റ് പിരിച്ചുവിട്ടു, യുനെസ് ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവ്, ഒരു ബുള്ളറ്റിനായിട്ട് പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം തന്നെ നൽകിക്കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ മാതൃഭൂമി ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഇനി അതേസമയം തന്നെ പത്രങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ള മറ്റു തലക്കെട്ടുകൾ കൂടി പരിശോധിക്കുമ്പോൾ വയനാട് ദുരന്തമാണ് വലിയ പ്രാധാന്യത്തോടുകൂടി പത്രങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുള്ളത്. വയനാട് ദുരന്തം രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടാണ് ജന്മഭൂമി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇതുവരെ ലഭിച്ചത് 53.98 കോടി എന്ന് പറഞ്ഞുകൊണ്ട് കണക്കുകൾ പോലും കൊടുത്തിട്ടുണ്ട്. ചാലിയാടിൽ നിന്ന് 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ടും ജന്മഭൂമി ആ വാർത്ത നൽകിയിട്ടുണ്ട്. ജന്മഭൂമി വാർത്തയിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയാണ്. അദ്ദേഹം ഭൂപേന്ദ്ര യാദവിനെ എതിരെ സംസാരിച്ചതാണ് ജന്മഭൂമി വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത്. ജന്മഭൂമി പരിശോധിക്കുമ്പോൾ മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു എന്ന വാർത്ത കൂടി ജന്മഭൂമി മുൻ പേജിൽ തന്നെ നൽകിയതായി കാണാൻ സാധിക്കും. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക വയനാടുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് സൺറൈസ് വാലിയിൽ പരിശോധന തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശോധനയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടൽ 100 വീടുകൾ നൽകുമെന്ന് KCBCയുടെ കഴിഞ്ഞ ദിവസത്തെ 100 വീടുകൾ നൽകാമെന്നുള്ള ഒരു പ്രസ്താവനയാണ് പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് കേന്ദ്ര
കേന്ദ്ര വനം മന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി വയനാട് ദുരന്തത്തെ സങ്കുചിത താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ് ദീപിക നൽകിയിട്ടുള്ളത്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു വയനാടുമായി ബന്ധപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞത് കണ്ണീർ വയനാട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു സാധ്യതയും ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകളാണ് നൽകിയിട്ടുള്ളത്. അതായത് തിരച്ചിൽ തുടരും, ഒരു സാധ്യതയും ആരെയും നഷ്ടപ്പെട്ടു പോകാനോ മിസ്സായി പോകാനുള്ള ഒരു സാധ്യതയും ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് മാധ്യമം വാർത്തയെ നൽകിയിട്ടുള്ളത്. അവരും മടങ്ങി തിരിച്ചറിയാനാകാതെ എന്ന് പറഞ്ഞുകൊണ്ട് 22 ശരീരഭാഗങ്ങൾ കൂടി സംസ്കരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വേദനാജനകമായ ഒരു വാർത്ത കൂടി മാധ്യമം പങ്കുവച്ചിട്ടുണ്ട്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു പ്രധാന വാർത്ത എന്ന് പറയുന്നത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ചരിത്രം കുറിച്ച് ഫോഗട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഫൈനലിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ വലിയൊരു പ്രതീക്ഷ ഫോഗട്ടിന്മേലും അതുപോലെ തന്നെ നീരജിന്മേലുള്ള വലിയൊരു പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ടുള്ള ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മാധ്യമം നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയിലേക്ക് വരികയാണെങ്കിൽ വയനാടുമായി ബന്ധപ്പെട്ട വാർത്ത മധുവിധ് കണ്ണീരായി പ്രേണിയില്ലാതെ പ്രിയദർശിനി മടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. മധുവിധ് ആഘോഷിക്കാൻ ഒഡീഷയിൽ നിന്നും വയനാട്ടിലെത്തിയ പ്രിയദർശിനി പാണ്ഡെ പ്രിയതമനില്ലാതെ നാട്ടിലേക്ക് മടങ്ങി എന്ന് പറയുന്ന ഒരു വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ അർജുനുമായി ബന്ധപ്പെട്ട തിരച്ചിൽ, ഷെഡ്യൂളിൽ കാണാതായ അർജുനുമായി ബന്ധപ്പെട്ട തിരച്ചിലിൽ ഗോകർണം കടലിൽ ഒരു മൃതദേഹം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലൊരു DNA ടെസ്റ്റ് നടത്താൻ അർജുന്റെ കുടുംബം തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. കിട്ടുന്ന പണം വയനാടിനെ എന്ന് പറഞ്ഞ വീടുകളെല്ലാം പുതുതായി നിർമ്മിക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകളും വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ കേരള കൗമുദി മുൻ പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. മെഡൽ പിടിച്ചുറച്ച് വിനേഷ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. വിനേഷ് ഫോഗട്ടുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ജയിച്ചാൽ സ്വർണം, നീരജ് ഒറ്റ എറിന് ഫൈനലിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും കൗമുദി പ്രാധാന്യത്തോടു കൂടി തന്നെ ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുണ്ട്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വയനാടുമായി ബന്ധപ്പെട്ട വാർത്ത ഉരുൾപൊട്ടലിൽ രാഷ്ട്രീയ കയ്യേറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദുരന്തത്തെ ചൊല്ലി കേന്ദ്ര സംസ്ഥാന പോര് വീണ്ടും, കേന്ദ്രമന്ത്രി ദുരിതബാധിതരെ അപമാനിച്ചെന്ന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഭൂപേന്ദ്ര യാദവിനെ എതിരെ സംസാരിച്ചത്, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞതാണ് ഈ വാർത്തയെ നൽകിയിട്ടുള്ളത് മാതൃഭൂമി. മറ്റൊന്ന് വയനാടുമായി ബന്ധപ്പെട്ടത് കണ്ടെത്തേണ്ടത് ഇനി 152 പേരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി മറ്റൊരു വാർത്ത നൽകിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ള കാര്യമാണ്. മറ്റ് മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പൊന്നിങ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയെ നൽകിയിട്ടുള്ളത്. ഹോക്കിയിൽ ഇന്ത്യക്ക് തോൽവി എന്നുള്ള കാര്യവും അതേസമയം തന്നെ ഗുസ്തിയിൽ ഇന്ത്യക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്, സ്വർണം അടുത്തത് സ്വർണ്ണമാണ് എന്ന് പറയുന്ന ആ പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ടുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഫൈനലിൽ എത്തിയതും മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ മാതൃഭൂമിയിൽ മറ്റൊരു പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്ത വൈദ്യുതി നിരക്ക് കൂട്ടണം, ശുപാർശയുമായി ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ഉരുൾപൊട്ടൽ ദുരന്തം കാണാമറയത്ത് 152 പേർ എന്ന് പറഞ്ഞുകൊണ്ട് ആ തിരച്ചിലിന്റെ സാധ്യതകൾ കാണിക്കുന്ന ഒരു വാർത്തയാണ് മനോരമ നൽകിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഗുസ്തി ജാവലിൻ ത്രോ ഫൈനൽ ഇന്ത്യ, പൊന്നാവട്ടെ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോരമ തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധ പോരാട്ടത്തിൽ മുന്നണിയിൽ നിന്ന് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക് സ്വർണത്തിന് അരികെ, ജാവലിനിൽ നീരജ് ചോപ്ര ഉറച്ച മെഡൽ പ്രതീക്ഷ, ഹോക്കി സെമിയിൽ തോൽവി, ഇനി വെങ്കല പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല ഗുസ്തി ഫെഡറേഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തിൽ വിനേഷ് ഫോഗട്ടിനെ അറസ്റ്റ് ചെയ്തു നീക്കുന്ന ഒരു ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ്, അതായത് ആ ഓർമ്മകളൊന്നും തന്നെ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളൊന്നും തന്നെ ഇന്ത്യക്ക് മറക്കാനാകില്ല അല്ലെങ്കിൽ നമുക്ക് മറക്കാനാകില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് മനോരമ ഇപ്പോൾ വിനേഷ് ആ സ്വർണത്തിനരികെ എത്തി നിൽക്കുന്ന ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതായത് ഇന്ത്യയുടെ വലിയൊരു പ്രതീക്ഷയാണ് അത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്, അത്തരത്തിൽ വലിച്ച് മാറ്റപ്പെട്ടത് പോലീസിനാൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രമാണ് മനോരമ നൽകിയിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ മനോരമയിൽ സ്പെഷ്യലായി വന്നിട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ പേര് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. കൊച്ചുവേളിയുടെയും നേമത്തിന്റെയും പേര് മാറ്റും, നോർത്ത് സൗത്ത് എന്ന രീതിയിലായിരിക്കും പേര് ഇനി വരിക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത കൂടി മനോരമ നൽകുന്നുണ്ട്. അതേസമയം തന്നെ ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുള്ളത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. കൂലി എഴുത്തുകാരെ തേടി കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയുണ്ട്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴി നീക്കം നടത്തുന്നെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം. കേരളത്തെ അപമാനിക്കാൻ സമ്മതമറിയിച്ച വിദഗ്ധർക്ക് സഹായ വിവരങ്ങൾ കൈമാറി PIB എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. മരിച്ച എസ്റ്റേറ്റ് തൊഴിലാളികളോ കുടിയേറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യവുമായാണ് മറ്റൊരു വാർത്ത ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. അതായത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര യാദവിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ച ആ ചോദ്യമാണ് തലക്കെട്ടായിട്ട് ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. അതാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രാധാന്യത്തോടു കൂടി ദേശാഭിമാനി നൽകിയിട്ടുള്ള വാർത്ത. അതേസമയം തന്നെ ചൂരൽമലയിൽ 2 പുതിയ റേഷൻ കടകൾ തുടങ്ങിയെന്ന വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. അവർക്ക് ആർക്കും റേഷൻ ഇനി മുടങ്ങില്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവർക്ക് റേഷൻ മുടങ്ങില്ല എന്ന്
എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത കൂടി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഗോദയിൽ കരളുറപ്പിന്റെ ഗാഥ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി ആ വാർത്ത നൽകിയിട്ടുള്ളത്. നീരജ് ചോപ്ര ഫൈനലിൽ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത നൽകിയിട്ടുണ്ട്. അതിന് വിശദമായിട്ടുള്ള വാർത്തകൾ 16-ാം പേജിൽ ഉണ്ട് എന്നുള്ള വിവരം, ഒരു ലിങ്ക് കൂടി നൽകിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.